Xylem Learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ നമ്മൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ, നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് അതിൻ്റെ അവസാനത്തെ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ, നമ്മളുടെ അവസാന റൗണ്ട് ഓഫ് പ്രിപ്പറേഷൻസിലായിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സ്റ്റഡി ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു എന്താ പറയുക ഷീറ്റ് ഓഫ് ഫോർമുലാസ്, നിങ്ങൾ എല്ലാ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒരു ഷീറ്റിൽ എഴുതി വെക്കുക. അത് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. അതായത് ഓരോ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസോ കോൺസെപ്റ്റോ ഉണ്ടെങ്കിൽ ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതി വെക്കുക. ഇത് എക്സാം കയറുന്നതിന് മുമ്പ്, അതായത് എക്സാമിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റിലൂടെയും നിങ്ങൾ കടന്നു പോവുക, കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്യുക. ഇനിയുള്ളത് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് മാത്സ്. നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് കടക്കുന്നതിലും എത്രയോ നല്ലത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ബേസിക് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മാത്സിലെ കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, അതേപോലെ ഐഡൻറ്റിറ്റീസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള മാത്സിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതിൽ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കുറേ ബേസിക് ആയ കാര്യങ്ങളുണ്ട്, അത് നല്ലോണം തറോ ആയിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്ക് ഷുവർ ആയിട്ട് മാർക്ക് കിട്ടുന്ന കുറേ ഏരിയാസ് ഉണ്ടാവും, അത് നമ്മൾ തറോ ആക്കി തന്നെ പോവുക. പുതിയ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നത്. അതായത് അവസാന നിമിഷങ്ങളാണ്, എക്സാമിന് അടുത്തിരിക്കുകയാണ്, നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നതിലും എത്രയോ നല്ലത് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന സാധനം ഒന്നുകൂടി ഷാർപ്പാക്കി വെക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ നിന്നൊരു മാർക്ക് നമുക്ക് എന്താവാൻ പാടില്ല, മിസ്സായി പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്നുള്ള മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരു പാറ്റേണിൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു പെർട്ടിക്കുലർ ഭാഗം എല്ലാ വർഷവും റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി പോകാൻ പറ്റുമെങ്കിൽ എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അത് മാത്സിന് മാത്രമല്ല, ഒരുവിധം എല്ലാ സബ്ജക്റ്റിനും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് മുമ്പിൽ ഒരാളുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ പറയും പഠിക്കുന്നതിലും ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയും. പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് ക്ലിയർ ആവും. സോ അണ്ടർസ്റ്റാൻഡ് മാത്സ് ഇൻ യുവർ ലാംഗ്വേജ്. മാത്സ് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. നിങ്ങളൊരു സാധനം പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ മാത്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യത്തിലെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങൾക്കൊരു ചോദ്യം കിട്ടുമ്പോൾ ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലും എവിടെ തുടങ്ങും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് പലർക്കും. അതില്ലാതാക്കാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതോടെ സഹായിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, സൂപ്പറായിട്ട് പോയിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്.